ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഹെയർ കളർ ചെയ്യണം, അതുപോലെ തന്നെ ബോട്ടക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ നാളെ ഞാൻ ബോട്ടക്സ് ചെയ്യണോ കെരാറ്റിൻ ചെയ്യണോ അങ്ങനെ കുറേ നാളിതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് ബോട്ടക്സ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. പിന്നീടുള്ള ചിന്ത എവിടെ ചെയ്യും എന്ന് ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ അത് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ടോണിയങ്കൈയാണ് കുറച്ച് നല്ലതായിട്ട് എല്ലായിടത്തും കണ്ടത്. പാലയിലെ ടോണിയങ്കൈയിലാണ് നമ്മൾ പോയി ചെയ്തേക്കുന്നത്. എൻ്റെ ഹെയർ കുറച്ച് ഫ്രിസി ആയിട്ടും പിന്നെ കുറച്ച് വേവി, പിന്നെ ചുരുണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ ഒരു ആയിട്ടുള്ള ഒരു രീതിയിലാണ് എൻ്റെ ഹെയർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ UK പോകുന്നതിന് മുമ്പ് എൻ്റെ ഹെയർ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോണിയങ്കൈ പോയി. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നല്ല റേറ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യം ഫസ്റ്റ് ഹെയർ കളർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാനൊരു ബ്രൗൺ കളർ ഹെയർ കളറാണ് ചെയ്യുന്നത്. എനിക്ക് ബ്ലീച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ദുബായ് വെച്ച് ഞാൻ ചെയ്തതിന് ശേഷം അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ബ്ലീച്ച് ഒന്നും ഇല്ലാതെ ഒരു ബ്രൗൺ കളർ ഹെയർ കളറാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഹെയർ കളർ ചെയ്തതിന് ശേഷമാണ് ബോട്ടക്സ് ചെയ്യുന്നത്. ഹെയർ കളർ ചെയ്തതിന് ശേഷം തലമുടിയൊക്കെ നല്ലപോലെ അവർ വാഷ് ചെയ്ത് തന്നു. അതിനുശേഷം ഒരു ഷാമ്പു പോലത്തെ എന്തൊരു സംഭവം ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് അവർ നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കും. ഡ്രൈ ആക്കിയതിന് ശേഷമാണ് അവരതിൻ്റെ ഈ ബോട്ടക്സിൻ്റെ മരുന്നൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കെമിക്കലായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് എൻ്റെ ഹെയർ കളർ ചെയ്തപ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. ഈ സമയത്ത് അത്ര വിസിബിൾ അല്ല. ബോട്ടക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഞാൻ ഒത്തിരി വിസിബിൾ ആവുന്നുള്ള രീതി ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലീച്ചൊക്കെ വേണ്ടി വരും. അപ്പം ഏതായാലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ബ്ലീച്ച് ചെയ്യാതെ തന്നെ ചെയ്തത്. പിന്നെ കുറേ നേരം ഞാൻ മരുന്നിട്ടിട്ട് ഞാൻ കുറേ നേരം ഹെയർ അങ്ങനെ വെച്ചു. അന്നേരം തന്നെ ഹെയറെല്ലാം ഭയങ്കര സ്റ്റിക്കി ആയി കേട്ടോ. പിന്നെ അതുപോലെ അവർ വാഷ് ചെയ്യത്തില്ല. ഇത് നല്ലപോലെ ഉണക്കും. നല്ല രീതിയിൽ ഇത് നമുക്ക് ഉണക്കും. നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് പെയിൻ എടുക്കും കേട്ടോ. എനിക്ക് ഇച്ചിരി ഉള്ളുള്ളതുകൊണ്ട് തന്നെ 2 പേര് കൂടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നല്ലപോലെ അവർ അയൺ ചെയ്തെടുക്കും. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയേ. അവസാനം അയൺ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യും. കണ്ടോ, മുന്നത്തെ ഒരു ഹെയറും ഇപ്പോൾ ഉള്ള ഹെയറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ചെയ്ത കളറ് ഇപ്പം നല്ല രീതിയിൽ ഹൈലൈറ്റ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം എനിക്ക് അത്യാവശ്യം ഹെയർ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ സർവീസും നല്ലതായിട്ട് തോന്നി. പക്ഷേ എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് ഹൈ ആയിരുന്നു. പക്ഷേ സർവീസൊക്കെ വളരെ ബെസ്റ്റായിരുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണേ.